അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുകയും അത് മുഖേന പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതിൽ ഏറ്റവും വലിയ പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി പ്രതിഫലമായി നാം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-ൽ 1 കുറവ്. ആരെങ്കിലും അവയെ ചെയ്താൽ ക്ലിപ്തപ്പെടുത്തി മനഃപ്പാഠമാക്കി ജീവിതത്തിൽ പുലർത്തി അവ കൊണ്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുന്നത്. അസ്മാഉ സിഫാത്ത് പഠിക്കുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്. അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട് എന്നും അത് മുഖേന അവനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുമുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആജ്ഞാപിക്കുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ നേട്ടം അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. കുറിച്ച് മനസ്സിലാക്കലാണ് ഏറ്റവും മഹത്തായ അറിവ് എന്നുള്ളത്. വിജ്ഞാനീയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിജ്ഞാനം അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കലും അറിയലുമാണ്. മഹാനായ ഇബ്നുൽ അറബി റഹ്മഹുള്ള പറയുകയുണ്ടായി, ഷറഫുൽ ഇൽമി ബി ഷറഫിൽ മാലൂം വൽ ബാരി അഷ്റഫുൽ മാലൂമാത്ത് ഫൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം. അദ്ദേഹം പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെടുന്നതിൻ്റെ മഹത്വം അനുസരിച്ചാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ്. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ പ്രത്യേകത, നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ഒന്നാമതായി ആളുകളോട് പ്രബോധനം ചെയ്തിട്ടുള്ളത് അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനയില്ലെന്നും അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള കാര്യമാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ യാതൊരു ആരാധനയുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതിനെയും ഞാൻ അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി അള്ളാഹുവിനെ നാം അറിയുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായകരമാണ്. ഇതിൻ്റെ അഞ്ചാമത്തെ നേട്ടം, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമുക്കൊരിക്കലും പിഴവ് സംഭവിക്കുകയില്ല എന്നുള്ള കാര്യമാണ്. ആറാമതായി, അള്ളാഹുവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ആറാമതായി നാം മനസ്സിലാക്കേണ്ടത്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, മൻ അറഫല്ലാഹ ബി അസ്മാഇ വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ആരെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ നാമങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല തന്നെ. ഏഴാമതായി, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ പഠിക്കുന്നതിനുള്ള നേട്ടമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ അവ പഠിക്കുന്ന കാലത്തോളം, അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുന്ന ഓരോ സന്ദർഭത്തിലും അള്ളാഹു നമ്മളെ കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരിക്കും. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ സംബന്ധിച്ചുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിന് ഏറ്റവും സ്നേഹമുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. എട്ടാമതായി, അള്ളാഹുവിനെ നമുക്ക് കൂടുതൽ ഭയപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ അവനെ നമുക്ക് കൂടുതൽ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത്
അവൻ്റെ ദാസന്മാരിൽ അറിവുള്ളവർ മാത്രമാകുന്നു. അള്ളാഹുവിനെ അറിഞ്ഞാൽ മാത്രമേ അവനെ ഭയപ്പെടുകയുള്ളൂ എന്നുള്ളതുപോലെ അള്ളാഹുവിനെ അറിയാത്തവർ അവനെ ഒരിക്കലും ഭയപ്പെടുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തഖ്വയുള്ളവരാവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പരിപൂർണമായ രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയും. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം ബറക്കത്തുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരുന്ന നേട്ടങ്ങളും ഗുണങ്ങളുമാണ്. ഈ നേട്ടങ്ങളും ഗുണങ്ങളുമൊക്കെ നേടിയെടുക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുക. അവ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി അവ കൊണ്ട് പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.